എല്ലാം കൊണ്ടും വളരെ നാടകീയമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. കേരളം മുഴുവൻ ഉറ്റുനോക്കിയ നിമിഷങ്ങൾ. മുഴുവൻ ജനതയും നിയമസഭയിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കറുത്ത ലെതർ ബാഗിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ ജനങ്ങൾക്കായി എന്ത് ബോംബാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആ സമയത്താണ് സഭയ്ക്ക് പുറത്ത് വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പമുണ്ടായത്. അവിടെയാണ് ഇന്നത്തെ സഭയിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകളുടെ ബാങ്ക് ലോക്കർ പൊട്ടിക്കാൻ ഒരു വലിയ സൈനിക പടയുമായി ഇ.ഡി. എത്തിച്ചേരുന്നത്. ഇന്നിപ്പോൾ അവരതൊക്കെ തുറക്കട്ടെ എന്ന് പതിഞ്ഞ സ്വരത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിലും കാര്യം വീണയ്ക്ക് ഇനി രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സഭ മേശയിൽ തട്ടി മുഖ്യൻ സംസാരിക്കുമ്പോൾ പുറത്ത് സൈന്യത്തെ ഇറക്കി വീണയുടെ ബാങ്ക് വളഞ്ഞിരിക്കുകയാണ് ഇ.ഡി. സംഘം. മാസപ്പടി വിവാദത്തിൽ മെക്സാലോജിക് സാമ്പത്തിക ഇടപാടിലും മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇ.ഡി. അന്വേഷണം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്ക് ശാഖയിലേക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇരച്ചു കയറുകയായിരുന്നു. വെറും ഒരു പരിശോധന ആയിരുന്നില്ല അത്. മുൻപ് സമാനമായ റെയ്ഡുകൾക്കിടയിൽ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലം കണക്കിലെടുത്ത് കേന്ദ്രസേനയായ CRPFന്റെ കനത്ത കാവലിലാണ് ഇ.ഡി. സംഘം ബാങ്കിൽ നിലയുറപ്പിച്ചത്. ബാങ്കും പരിസരവും പൂർണ്ണമായും സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിലാക്കി വീണ വിജയന്റെ ബാങ്ക് ലോക്കറുകൾ ഓരോന്നായി തുറന്നു പരിശോധിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ വെച്ച് വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മൊഴിയെടുത്തിരുന്നു. ഏകദേശം 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആ ചോദ്യം ചെയ്യലിൽ ഇ.ഡി. ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. കരിമണൽ കമ്പനിയായ CMRL നിന്നും എക്സാലോജിക് കമ്പനിയിലേക്കും വീണയിലേക്കും എത്തിയ കോടിക്കണക്കിന് രൂപയ്ക്ക് പകരമായി എന്ത് സേവനമാണ് നൽകിയതെന്നതിന് വ്യക്തമായ തെളിവുകളോ രേഖകളോ ഹാജരാക്കാൻ അവർക്കായില്ല. സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയതിനാണ് പണം വാങ്ങിയതെന്നും എക്സാലോജിക് കമ്പനി ഇപ്പോൾ പൂട്ടിപ്പോയതിനാൽ അതിന്റെ കൂടുതൽ രേഖകൾ കൈവശമില്ലെന്നുമാണ് വീണ നൽകിയ മൊഴി. എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ നടത്തിയ വ്യാജ ഇടപാടാണ് ഇതെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുന്ന രീതിയിലാണ് ഇ.ഡിയുടെ അന്വേഷണം മുന്നോട്ടു പോകുന്നത്.